ഇമാം അബൂദാവൂദ് റഹിമഹുല്ലയും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെല്ലാം അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, അല ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബ്, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ, വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ? വലിയ പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നീ അപ്രകാരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആ പ്രയാസം അപ്പോൾ നീങ്ങിക്കിട്ടുമെന്നർത്ഥം. ഇനി എന്താണ് പറയേണ്ടത്? വളരെ സിമ്പിളായ, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു അല്ലാഹു റബ്ബി, അല്ലാഹുവാണ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ലാ ഉശ്രികു ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ്. അത് എത്ര തവണ വേണമെങ്കിലും പറയാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല, ഒരു തവണ മതിയാകുന്നതാണ്. അതിനേക്കാൾ കൂടിയാലും കുഴപ്പമില്ല. അല്ലാഹു അല്ലാഹു റബ്ബി, അല്ലാഹു ആകുന്നു എൻ്റെ രക്ഷിതാവ്. ലാ ഉശ്രികു ബിഹി ഷൈആ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. പ്രാർത്ഥനക്കർഹൻ അള്ളാഹുവാണ്, ഇസ്തിഗാസക്ക് സഹായം തേടാൻ അർഹൻ അള്ളാഹുവാണ്, കാവൽ തേടാൻ അർഹൻ അള്ളാഹുവാണ്. അവനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല. അവനിൽ ഞാൻ ഒരു വസ്തുവിനെയും, ഒരു വ്യക്തിയെയും, ഒരു സൃഷ്ടിയെയും പങ്കു ചേർക്കുകയില്ല. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളുമൊക്കെ ഞാൻ റബ്ബിനോട് മാത്രമേ പറയുകയുള്ളൂ എന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനമാണത്. ആ തൗഹീദ് പ്രഖ്യാപിച്ചാൽ ഏത് വിഷമഘട്ടത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതും മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് എന്നാണ്. അള്ളാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് നിന്നിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല, നീ പരിശുദ്ധനാണ് എന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനം ഈ ദുആയിലും അത് തന്നെയാണുള്ളത്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അതിൻ്റെ മഅനയായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്, യാ അല്ലാ യാ അല്ലാ ഫർരിജ് അന്നി മാ ബി മിനൽ കർബ്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നിൽ എന്തൊരു പ്രയാസമാണോ ഉള്ളത് അത് നീ എനിക്ക് നീക്കിത്തരണമേ. ഫഅൻത റബ്ബി വലാ ഉശ്രികു ബിക ഷൈആ, നീയാകുന്നു എൻ്റെ രക്ഷിതാവ്, എൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കാൻ നിനക്കാകുന്നു സാധിക്കുന്നത്, നിന്നിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. ഇവിടെ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ എൻ്റെ രക്ഷാധികാരി, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷാധികാരിയാണ്, ഏത് വിഷമഘട്ടത്തിലും സഹായിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. മലക്കുകൾക്കോ ജിന്നുകൾക്കോ വലിയകൾക്കോ അമ്പിയാക്കൾക്കോ ആർക്കും നമ്മെ വിഷമഘട്ടങ്ങളിൽ സഹായിക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. ഈ ഒരു തൗഹീദ് നമ്മൾ പ്രഖ്യാപിച്ചാൽ ആ പ്രയാസം നീങ്ങിക്കിട്ടുമെന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ, സങ്കടമുള്ളപ്പോൾ പറയാൻ വേണ്ടി അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിച്ച ആ ദുആ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.